മലപ്പുറം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ വൈദ്യുതി വിതരണ രംഗത്ത് വൻ മാറ്റമുണ്ടാക്കുന്ന തിരുവാലി 110 kV സബ്സ്റ്റേഷൻ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. 2026 കേരളത്തിൽ പവർ കട്ട് ഇല്ലാതാക്കുമെന്ന് മന്ത്രി വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. 2016 മുതലുള്ള കാലയളവിൽ മലപ്പുറത്തിന്റെ വൈദ്യുതി മേഖലയിൽ വൻ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പ്രദേശത്ത് തടസ്സമില്ലാതെ വൈദ്യുതി ഉറപ്പാക്കാൻ 183.39 കിലോമീറ്റർ ദൂരത്തിൽ ഭൂഗർഭ കേബിൾ സ്ഥാപിച്ചു കഴിഞ്ഞു. അപകടരഹിതവും കാര്യക്ഷമവുമായ രീതിയിൽ വൈദ്യുതി എത്തിക്കാൻ മാതൃകാപരമായ കവചത്തോടു കൂടിയ ട്രാൻസ്ഫോമറുകൾ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ വോൾട്ടേജ് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനായി 678 പുതിയ ട്രാൻസ്ഫോമറുകൾ ഇതിനോടകം സ്ഥാപിച്ചു. കൂടാതെ നിലവിലുള്ള 786 ട്രാൻസ്ഫോമറുകളുടെ ശേഷി വർദ്ധിപ്പിക്കാൻ 35.31 കോടി രൂപയും വിനിയോഗിച്ചിട്ടുണ്ട്. ട്രാൻസ്ഗ്രിഡ് പദ്ധതിയിൽ മാത്രം ഏകദേശം 5560.27 കോടി രൂപയുടെ പദ്ധതികളാണ് ഇതിനോടകം നടപ്പിലാക്കിയതെന്നും മന്ത്രി പറഞ്ഞു. തിരുവാലി ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ എ.പി. അനിൽകുമാർ MLA അധ്യക്ഷനായി. സംസ്ഥാന സർക്കാരും KCBയും ചേർന്ന് 20 കോടി രൂപ ചെലവിലാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. ആദ്യഘട്ടത്തിൽ 28.5 MVA ശേഷിയുള്ള സബ്സ്റ്റേഷനാണ് സജ്ജമാക്കിയത്. പുതിയ സബ്സ്റ്റേഷൻ പ്രവർത്തനക്ഷമമാകുന്നതോടെ നിലവിലുള്ള പ്രസരണ നഷ്ടം കുറയ്ക്കാനും ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഗുണമേന്മയുള്ള വൈദ്യുതി ഇടതടവില്ലാതെ ലഭ്യമാക്കാനും സാധിക്കും. വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ തിരുവാലി, വണ്ടൂർ, തൃക്കലങ്ങോട്, മമ്പാട് പഞ്ചായത്തുകൾക്കും ഏറനാട് പഞ്ചായത്തിലെ എടവണ്ണ പഞ്ചായത്തിനും പുതിയ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ഇതിനു പുറമെ മഞ്ചേരി, നിലമ്പൂർ ഇലക്ട്രിക്കൽ സർക്കിൾ പരിധിയിലുള്ള 6 ലക്ഷത്തോളം ഉപഭോക്താക്കൾക്കും ഇതിന്റെ ഗുണം ലഭിക്കും. എ.പി. അനിൽകുമാർ MLA സബ്സ്റ്റേഷന്റെ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ചടങ്ങിൽ KCB പ്രസരണ വിഭാഗം ഡയറക്ടർ S. ശിവദാസ്, വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. അമൃത, തിരുവാലി പഞ്ചായത്ത് പ്രസിഡന്റ് സുമ താനിയൻ, തിരുവാലി ഗ്രാമപഞ്ചായത്ത് മെമ്പർ R.P. ബീന, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മലപ്പുറം ട്രാൻസ്മിഷൻ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ M.A. ബിജുമോൻ, KCB ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. നിയോജകമണ്ഡലത്തിലെ തിരുവാലി ഉൾപ്പെടെ മമ്പാടും, വണ്ടൂരും, വാണിയമ്പലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നമുക്ക് വൈദ്യുതി ഏറ്റവും നല്ല രീതിയിൽ ഗുണമേന്മയുള്ള വൈദ്യുതി എന്ന് പറയാവുന്ന രീതിയിൽ വൈദ്യുതി ലഭിക്കാനുള്ള സൗകര്യമാണ് ഈ 110 kV സബ്സ്റ്റേഷൻ ഇവിടെ ആരംഭിക്കുമ്പോൾ ലഭിക്കുന്നത്. വളരെ ഏറെ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിരുന്നു. നമുക്ക് മേലാറ്റൂർ സബ്സ്റ്റേഷനിൽ നിന്നും അതുപോലെ അരീക്കോട് നിന്നുമാണ് നമുക്ക് വൈദ്യുതി വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് പലപ്പോഴും പ്രസരണ നഷ്ടം മാത്രമല്ല, പലപ്പോഴും നമുക്ക് വൈദ്യുതി ലഭിക്കാതെ പോകുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. ഞാൻ 2 തവണ ഈ കാര്യം നിയമസഭയിൽ ഉന്നയിച്ച ഞാൻ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. കാരണം ഈ 2 സബ്സ്റ്റേഷനാണ് നമുക്ക് വൈദ്യുതി ലഭിച്ചുകൊണ്ടിരുന്നത്. അതിലെന്തെങ്കിലും അവിടെ തടസ്സം നേരിട്ട് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് മാർഗങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് സ്വന്തമായി 110 kV സബ്സ്റ്റേഷൻ വരുന്നതോടുകൂടി ആ ഒരു പ്രശ്നം നമുക്ക് നന്നായിട്ട് പരിഹരിക്കാൻ കഴിയും എന്നുള്ളത് എടുത്തു പറയുവാൻ ഈ സന്ദർഭം വിനിയോഗിക്കും. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. എനിക്ക് നല്ല ടെൻഷനുണ്ട്. അയ്യോ ഒരു മിനിറ്റ്. അച്ഛ PG എൻട്രൻസ് അല്ലേ, മനസ്സറിഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. പഠിച്ചത് മാത്രമേ വരുള്ളൂ മോളെ. അഡ്മിഷന്റെ ഫീസിന്റെ കാര്യത്തില് അച്ഛനൊരു വഴി കണ്ടിട്ടുണ്ട്. വരിക. KSFE, ഈ നാടിന്റെ ധൈര്യം.